ഇന്ത്യൻ സൈന്യത്തിന്റെ ആയുധപ്പുരയിലേക്ക് ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന ഒരു പുതിയ അതിഥി കൂടി എത്തുകയാണ്. വെറും ഒരു ആയുധമല്ല, മലമുകളിലേക്ക് സ്വയം ഓടിക്കയറുന്ന നിമിഷങ്ങൾക്കുള്ളിൽ മരണം വിതയ്ക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ പീരങ്കിത്തോക്കായ K9 വജ്രയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പാകിസ്ഥാനെയും ചൈനയെയും ഒരുപോലെ വിറപ്പിക്കുന്ന ഈ പീരങ്കികൾ 200 എണ്ണം കൂടി വാങ്ങാൻ മോദി സർക്കാർ തീരുമാനിച്ചതോടെ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. എന്താണ് ഈ പീരങ്കിയുടെ പ്രത്യേകതയെന്നും ഭാരതം എങ്ങനെയാണ് ഈ വജ്രായുധത്തിലൂടെ ലോകശക്തിയായി മാറുന്നതെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇന്ത്യൻ സൈന്യത്തിന്റെ പീരങ്കിപ്പടയെ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വലിയ കരാർ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. നേരത്തെ 2 ഘട്ടങ്ങളിലായി 100 വീതം വജ്ര പീരങ്കികൾ നാം വാങ്ങിയിരുന്നു. ഇപ്പോൾ 3ാം ഘട്ടമായി 200 എണ്ണം കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ കൈവശമാകെ 400 K9 വജ്ര യൂണിറ്റുകൾ ഉണ്ടാകും. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ K9 വജ്ര സേനകളിൽ ഒന്നായി ഭാരതത്തെ മാറ്റും. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള പീരങ്കികൾ വലിയ ട്രക്കുകളിൽ കെട്ടിവലിച്ച് കൊണ്ടുപോകേണ്ടി വരുമ്പോൾ ഈ പീരങ്കിയുടെ പ്രത്യേകത ഇതിന് സ്വന്തമായി എഞ്ചിനും ടാങ്കിനെ പോലെയുള്ള ചക്രങ്ങളും ഉണ്ടെന്നതാണ്. അതുകൊണ്ട് തന്നെ മലനിരകളിലൂടെയും മറ്റും ആരുടെയും സഹായമില്ലാതെ ഇത് സ്വയം ഓടിപ്പോകും. ഇതിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയാണ് ഷൂട്ട് ആൻഡ് സ്കൂട്ട്. അതായത് ഒരിടത്തു നിന്നും വെടിയുതിർത്ത ഉടൻ തന്നെ ശത്രു സൈന്യം തിരിച്ചടിക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് കിലോമീറ്ററുകൾ ദൂരത്തെ വേഗത്തിൽ ഓടാൻ ഇതിന് സാധിക്കും. ശത്രുക്കൾ ലക്ഷ്യം വെക്കുമ്പോഴേക്കും നമ്മുടെ വജ്ര സുരക്ഷിതമായ മറ്റൊരു സ്ഥാനത്ത് എത്തിയിരിക്കും. 38 മുതൽ 50 കിലോമീറ്റർ വരെ ദൂരെയുള്ള ശത്രു താവളങ്ങളെ കൃത്യതയോടെ തകർക്കാൻ ഇതിന് ശേഷിയുണ്ട്. വെറും 30 സെക്കൻഡിനുള്ളിൽ 3 റൗണ്ട് വെടിയുതിർക്കാൻ കഴിയുന്ന ഇതിന്റെ വേഗത ശത്രുപാളയത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണ്. ആദ്യകാലത്ത് രാജസ്ഥാനിലെ ചൂടുള്ള മരുഭൂമിയിൽ ഉപയോഗിക്കാനാണ് ഇവ എത്തിച്ചതെങ്കിലും മോദി സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെ ഇതിനെ ലഡാക്കിലെയും സിക്കിമിലെയും അതിശൈത്യമുള്ള മലനിരകളിലും വിന്യസിച്ചു. -20 ഡിഗ്രി തണുപ്പിൽ പോലും മരവിച്ചു പോകാത്ത രീതിയിലുള്ള പ്രത്യേക ഹീറ്ററുകളും ലൂബ്രിക്കറ്റുകളും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഗുജറാത്തിലെ L&T പ്ലാന്റിൽ വെച്ച് ഭാരതീയരുടെ കൈകളാൽ തന്നെയാണ് ഇവ നിർമ്മിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പുതിയ കരാറിലൂടെ ഇതിന്റെ 70% ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ നിർമ്മാണ കരുത്ത് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. K9 വജ്രയുടെ വരവ് കേവലം ഒരു ആയുധം വാങ്ങൽ മാത്രമല്ല, മറിച്ച് ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഭാരതത്തിന്റെ സ്ഥാനം എവിടെയാണെന്ന് ഉറപ്പിച്ച് പറയുന്ന ഒന്നുകൂടിയാണ്. ലോകത്തിലെ പല വൻശക്തികളും ഇത്രയും നൂതനമായ ഒരു പീരങ്കി സംവിധാനം സ്വന്തമാക്കാൻ കൊതിക്കുമ്പോൾ ഭാരതം അത് സ്വന്തമായി നിർമ്മിക്കാനുള്ള ശേഷി കൈവരിച്ചിരിക്കുന്നു എന്നത് മോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യം കൈവരിച്ച വലിയൊരു വിജയമാണ്. മുൻപ് വിദേശ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന പ്രതിരോധ മേഖലയിൽ നിന്ന് മാറി ഇന്ന് ഇന്ത്യ ലോകത്തിന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന തലത്തിലേക്ക് വളരുകയാണ്. K9 വജ്രയുടെ പുതിയ ബാച്ചുകളിൽ ഉൾപ്പെടുത്തുന്ന നൂതനമായ അഗ്നി നിയന്ത്രണ സംവിധാനങ്ങളും ഹെവി ഡ്യൂട്ടി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും നമ്മുടെ സാങ്കേതിക തികവിന്റെ അടയാളങ്ങളാണ്. ഈ പീരങ്കി സേനയുടെ വിന്യാസം അതിർത്തിയിലെ സുരക്ഷാ സമവാക്യങ്ങളെ തന്നെ മാറ്റിക്കളയും. ലഡാക്കിലെയും സിക്കിമിലെയും ദുർഘടമായ പർവ്വതനിരകളിൽ പീരങ്കികൾ എത്തിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ K9 വജ്രയുടെ വരവോടെ മലമുകളിലേക്ക് പീരങ്കികൾ കെട്ടിവലിച്ചു കയറ്റുന്ന പഴയ രീതി അവസാനിച്ചു. 2025 നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ഈ പീരങ്കികളുടെ കരുത്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ശത്രു രാജ്യത്തിനുള്ളിലെ ലോഞ്ച് പാഡുകൾ നമ്മുടെ സൈനികർക്ക് ഒരു അപകടവും സംഭവിക്കാതെ തന്നെ ദൂരത്ത് നിന്ന് തകർക്കാൻ ഇതിലൂടെ സാധിക്കും. ഇത് സൈന്യത്തിന്റെ ആത്മവീര്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ശത്രുക്കളുടെ മനസ്സിൽ ഭയം ജനിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ പീരങ്കികൾ നമ്മുടെ രാജ്യത്തിന്റെ വിശാലമായ സൈനിക നെറ്റ്വർക്കുകളായി ഡിജിറ്റലായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതായത് യുദ്ധഭൂമിയിലെ വിവരങ്ങൾ തത്സമയം വിശകലനം ചെയ്യാനും ഡ്രോണുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ച കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് വെടിയുതിർക്കാനും ഇതിന് സാധിക്കും. ഒരു പീരങ്കി തോക്കിനേക്കാൾ ഉപരി ഇതൊരു സ്മാർട്ട് ആയുധമായി സൈന്യം കാണുന്നത് അതുകൊണ്ടാണ്. ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ 100 കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഈ പദ്ധതി പുതിയ ഭാരതത്തിന്റെ കരുത്താർജിച്ച മുന്നേറ്റത്തിന്റെ ഉദാഹരണമാണ്. K9 വജ്രയുടെ നിർമ്മാണത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ്. ദക്ഷിണ കൊറിയൻ കമ്പനിയായ ഹാൻവ എയ്റോസ്പേസിന്റെ സാങ്കേതിക സഹായത്തോടെയാണെങ്കിലും ഇന്ത്യയിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ലാർസൻ ആൻഡ് ട്രൂബ്രോ അഥവാ
L&D ആണ് ഇത് നിർമ്മിക്കുന്നത്. ഇതിനായി ഗുജറാത്തിലെ സൂറത്തിനടുത്തുള്ള ഹെർസിയറിൽ ആർമേർഡ് സിസ്റ്റം കോംപ്ലക്സ് എന്ന പേരിൽ അത്യാധുനികമായ ഒരു നിർമ്മാണശാല തന്നെ മോദി സർക്കാർ സജ്ജമാക്കിയിട്ടുണ്ട്. ഒരു വിദേശ പീരങ്കി സംവിധാനം ഇന്ത്യയിൽ ഒരു സ്വകാര്യ കമ്പനി ഇത്ര വലിയ തോതിൽ നിർമ്മിക്കുന്നത് രാജ്യത്തെ പ്രതിരോധ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. ഈ നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ ഉപയോഗിക്കുന്ന ഭാഗങ്ങളുടെ തദ്ദേശീയവൽക്കരണമാണ്. ആദ്യഘട്ടത്തിൽ നിർമ്മിച്ച 100 പീരങ്കികളിൽ പകുതിയോളം ഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതായിരുന്നു. എന്നാൽ പുതിയ ബാച്ചുകളിലേക്ക് എത്തുമ്പോൾ ഇത് 70% ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. പീരങ്കിയുടെ പുറംചട്ടയായ കവചം, ഉള്ളിലെ സങ്കീർണമായ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, വെടിയുതിർക്കാൻ സഹായിക്കുന്ന അഗ്നി നിയന്ത്രണ സംവിധാനങ്ങൾ തുടങ്ങി 10,000-ലധികം ഭാഗങ്ങൾ ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണ് നിർമ്മിച്ചെടുക്കുന്നത്. ഇത് രാജ്യത്തെ വ്യവസായ മേഖലയ്ക്ക് നൽകുന്ന ഉണർവ് വളരെ വലുതാണ്. വെറും ഒരു നിർമ്മാണം എന്നതിലുപരി കൊറിയൻ സാങ്കേതിക വിദ്യയെ ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കുക എന്ന വലിയ ദൗത്യമാണ് ഇവിടെ നടന്നത്. രാജസ്ഥാനിലെ കഠിനമായ ചൂടിലും ലഡാക്കിലെ -ഡിഗ്രി തണുപ്പിലും ഒരുപോലെ പ്രവർത്തിക്കാൻ പാകത്തിന് ഇതിന്റെ എഞ്ചിനും മറ്റ് സംവിധാനങ്ങളും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് ആയുധങ്ങൾ നേരിട്ട് വാങ്ങുന്ന പഴയ രീതിയിൽ നിന്ന് മാറി സാങ്കേതിക വിദ്യ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ച് ഇവിടെ തന്നെ നിർമ്മാണം നടത്തുന്നതിലൂടെ ഭാവിയിൽ ഇത്തരം ആയുധങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും മറ്റും നമുക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ലോക നിലവാരമുള്ള യുദ്ധോപകരണങ്ങൾ സ്വന്തം മണ്ണിൽ നിർമ്മിക്കാൻ ഭാരതം പ്രാപ്തമായി കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഓരോ K9 വജ്ര പീരങ്കിയും. ഇതിനെ പ്രധാനമായും 3 ഘട്ടങ്ങളായി അല്ലെങ്കിൽ പതിപ്പുകളായി നമുക്ക് തിരിക്കാം. ഓരോ ഘട്ടത്തിലും നമ്മുടെ സൈന്യത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ പീരങ്കി കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്തത്. ഒന്നാമത്തെ പതിപ്പ് മരുഭൂമിയിലെ കരുത്തൻ ആദ്യഘട്ടത്തിൽ നിർമ്മിച്ച 100 പീരങ്കികൾ പ്രധാനമായും നമ്മുടെ രാജസ്ഥാനിലെയും പഞ്ചാബിലെയും അതിർത്തികൾ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ചൂടുള്ള കാലാവസ്ഥയിലും മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ സുഗമമായി പ്രവർത്തിക്കാനാണ് ഇവ രൂപകൽപ്പന ചെയ്തത്. ഏകദേശം 50% ഇന്ത്യൻ നിർമ്മിത ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് ലാർസൻ ആൻഡ് ട്രൂബോ ഈ ബാച്ച് പൂർത്തിയാക്കിയത്. 2021 ഈ 100 പീരങ്കികളും ഇന്ത്യൻ സൈന്യത്തിന് കൈമാറുകയും ചെയ്തു. പാകിസ്ഥാൻ അതിർത്തിയിലെ വെല്ലുവിളികളെ നേരിടാൻ ഈ ആദ്യ പതിപ്പ് സൈന്യത്തിന് വലിയ മുതൽക്കൂട്ടായി. ഇനി രണ്ടാമത്തെ പതിപ്പ് മലനിരകളിലെ പോരാളി ഒന്നാമത്തെ പതിപ്പിന്റെ വിജയത്തിന് പിന്നാലെയാണ് 2024 രണ്ടാമത്തെ കരാർ ഒപ്പിടുന്നത്. എന്നാൽ ഇത്തവണ പീരങ്കിയുടെ ദൗത്യം മാറിയിരുന്നു. ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന ലഡാക്ക്, സിക്കിം തുടങ്ങിയ ഉയർന്ന മലനിരകളിൽ ഉപയോഗിക്കാൻ പാകത്തിനാണ് ഈ പതിപ്പിനെ പരിഷ്കരിച്ചത്. കഠിനമായ തണുപ്പിനെ പ്രതിരോധിക്കാൻ ശൈത്യകാലവൽക്കരണ കിറ്റുകൾ ഇതിൽ പുതുതായി ഘടിപ്പിച്ചു. -20 ഡിഗ്രി തണുപ്പിലും എഞ്ചിൻ സ്റ്റാർട്ടാക്കാനും ബാറ്ററി തകരാറിലാകാതിരിക്കാനും സഹായിക്കുന്ന രൂപീകരണ സംവിധാനങ്ങൾ ഈ പതിപ്പിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഇന്ത്യൻ ഭാഗങ്ങളുടെ അളവ് 60% വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇനി മൂന്നാമത്തെ പതിപ്പ് അത്യാധുനിക സാങ്കേതിക തികവ് ഇപ്പോൾ ഇന്ത്യ വാങ്ങാൻ ഒരുങ്ങുന്ന 200 പീരങ്കികളാണ് ഈ മൂന്നാമത്തെ പതിപ്പിൽ വരുന്നത്. ഇത് മുൻപത്തെ 2 പതിപ്പിനേക്കാളും ഒരു പടി മുന്നിലാണ്. ഏറ്റവും പുതിയ അഗ്നി നിയന്ത്രണ സംവിധാനങ്ങൾ, കൂടുതൽ കരുത്തുറ്റ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ശത്രുക്കളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പ്രത്യേക കവചങ്ങൾ എന്നിവ ഈ പുതിയ ബാച്ചിന്റെ സവിശേഷതയാണ്. ഇനി ഇതിലെ ഏറ്റവും അഭിമാനകരമായ കാര്യം ഇതിന്റെ 70% ഭാഗങ്ങളും നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കുന്നവരെ ആയിരിക്കും എന്നതാണ്. അതായത് സാങ്കേതിക വിദ്യയിൽ കൂടുതൽ കരുത്തനായും നിർമ്മാണത്തിൽ കൂടുതൽ ഭാരതീയനായും ഈ മൂന്നാം പതിപ്പ് മാറുന്നു. ഇനി മറ്റൊരു പ്രധാന കാര്യം, ഭാരതം ഈ പീരങ്കികൾ സ്വന്തമാക്കുന്നത് അയൽരാജ്യങ്ങളെ ഭയപ്പെടുത്താനല്ല, മറിച്ച് നമ്മുടെ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാനാണ്. ശക്തിയുള്ളവനെ ലോകം ബഹുമാനിക്കുമെന്ന തത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഭാരതം എത്രത്തോളം മുന്നിലാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് നാം ഇതിലൂടെ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.